ഈ മഴ പെയ്തിട്ടാണ് അല്ലെങ്കിൽ ഐസ് കോമറ്റ് വന്നിട്ടാണ് കടലുണ്ടായത് എങ്കിൽ പുഴയിലും നദികളിലും തടാകത്തിലും ഒന്നും ഉപ്പ് രസമില്ലല്ലോ. കടലിൽ മാത്രമാണ് ഉപ്പ് രസം. അതായത് വെള്ളത്തുള്ളി മുകളിൽ നിന്ന് വീഴുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടാണ് വെള്ളത്തുള്ളി ഭൂമിയിലേക്ക് വീഴുക. അവിടെ ഒരു ചെറിയൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതോടുകൂടി ആ തുള്ളിയെ നമുക്ക് വേണമെങ്കിൽ കാർബോണിക് ആസിഡ് എന്ന് വിളിക്കാം. അതൊരു ആസിഡാണ്. നമ്മുടെ കയ്യിലേക്ക് വീണാലോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുമ്പോഴോ ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അവിടെ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നത് ഭൂമിയിലേക്ക് വീഴുമ്പോഴുള്ള മിനറൽസും പിന്നെ റോക്കിലേക്ക് വീഴുമ്പോഴുള്ള പ്രശ്നങ്ങളും കാരണം അവിടെ ഒരു ചെറിയ റിയാക്ഷൻ നടന്നിട്ട് സാൾട്ട് ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ കടലിലേക്ക് എത്തുന്നത്. ഈ കടലിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കടലിൻ്റെ അടിത്തട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഭൂമിയുടെ നടുക്കിലേക്ക് എത്തുന്നുണ്ട്. ഭൂമിയുടെ പുറന്തോടിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിനെ നമ്മൾ മാൻഡിൽ എന്ന് വിളിക്കും. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിനെ നമ്മൾ കോർ എന്ന് വിളിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അതിൽ ഈ കോർ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ലാവത്തുള്ളി തന്നെയാണ് ഇപ്പോഴും. നമ്മൾ ഈ അഗ്നിപർവ്വതത്തിനുള്ളതൊക്കെ പൊട്ടിത്തെറിക്കുന്നില്ലേ, അതേപോലെ ഒരു അവസ്ഥയിലാണ് ഭൂമിയുടെ ഉള്ളിൽ ഇപ്പോഴും ആ ചൂട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നും അത് കാരണം നമ്മളിലേക്ക് ഉൽക്കകളും കാര്യങ്ങളും ഒന്നും ഡയറക്റ്റ് പതിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അതൊക്കെ ഒരു സത്യം തന്നെയാണ്, സയൻസാണ്. അപ്പോൾ ആ ഒരു സംഭവം കടലിനടിയിലുള്ളത് കൊണ്ട് വെള്ളം ഇതുമായിട്ട് ചെറുതായിട്ട് ടച്ച് ചെയ്യുന്നു. അതായത് ലാവയായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയൊരു കവർ വരും. അതിനെ നമുക്ക് മാഗ്മ എന്ന് വിളിക്കാം. ഈ മാഗ്മ ഒരു ഉപ്പുരസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതും നമ്മളുടെ വെള്ളത്തിൽ ചേർന്നിട്ടുള്ള കാർബോണിക് ആസിഡും കൂടി ചെറിയൊരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഉപ്പുണ്ടാകുന്നു. കടലിൽ മുഴുവൻ ഉപ്പുരസം ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് കടലിന് ഉപ്പുരസം ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നു.